സമ്പാദ്യമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഹിന്ദിക്കാരെ ഞാൻ ഇന്ന് കൊല്ലും, ഞാൻ സ്നേഹിച്ചു കൊല്ലും. ഭായിമാര് വണ്ടി തിരിക്കാൻ വേണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ കുറച്ച് ഈ വണ്ടി സ്കിഡായി പോയി. നമ്മൾ ഈ സൈഡത്തെ റോഡിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അരിച്ചാൽ പോയി വീഴും. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. പാടങ്ങളായിരുന്നു ആദ്യം രണ്ട് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഫുള്ള് ഇപ്പോൾ ആർക്കും നെല്ല് വേണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ കഴിഞ്ഞ റോഡാണ് കേട്ടോ. ഞാൻ പകുതി എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പകുതി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പോണ റൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഇതാണ്. ബാക്കി അവിടുന്ന് കുറച്ചുള്ളൂ, ഒരു 10, 15, 20 മീറ്റർ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ഇന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അവർ. ഞാൻ ഇനി വരുമ്പോൾ തിരിച്ച് കാണിച്ചു തരാം. വേറൊരു കാര്യം അറിയാം നമുക്ക്, ഇവർക്ക് ഹിന്ദിക്കാർ ഭയങ്കര പിസ്കന്മാരാണ്. കാരണം അവർ ഇപ്പോൾ അവിടുന്ന് നിർത്തിയപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പിന്നെ CBIൻ്റെ ആൾക്കാരും കൂടി ഇങ്ങനെ ചോദിക്കില്ല. ആകെ 70 രൂപയുടെ ഓട്ടമാണ് ശരിക്കത്. അതിനവർ ആരെടുത്ത് പറയാൻ, ആരോടാണ് നമ്മളൊക്കെ പറയാ? ആരെടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല മകനെ. നിനക്ക് നല്ല വഴിയിലൂടെ പോവാൻ പറ്റുമെങ്കിൽ നിനക്ക് ദുർഘടം പിടിച്ച വഴിയായിരിക്കും കിട്ടുക. പക്ഷെ അവസാനം നിനക്ക് നന്മയിലേക്കാവും. ബൈക്കേര് കാരണമാണ് ഇപ്പോൾ ആകെ ചവിട്ടിയിട്ടില്ല. എന്താ പറയുക, ഇതൊക്കെ ശരിക്കും ഒന്ന് ഇവിടെ ഈ മണ്ണാർക്കാട് ഒന്ന് ക്യാമറ വെക്കാൻ പറ്റുകയാണോ ഞാൻ ചിന്തിക്കുകയാണ്. ക്യാമറ എല്ലാ കടയിൽക്കൂടെ ഉണ്ട് ക്യാമറ. അവിടെ റോഡിലൊരു ക്യാമറ വെച്ചാൽ അത്രയും സന്തോഷമായി. കാരണം ട്രാഫിക് ലൈനിൽ തെറ്റിച്ച് വരുന്ന ആൾക്കാരെ നമുക്ക് ഇല്ല, അവർക്ക് ഒരു ഉപദേശം കൊടുക്കാം. എന്താ എല്ലാവർക്കും ഒരു സമയം തന്നെയല്ലേ ദൈവം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബൈക്കേർക്കും കാറുകാർക്കും ഒരു പ്രത്യേകത എന്താ? ബാക്കിയുള്ള എല്ലാവർക്കും അടപ്പടിച്ചേന്നു. നമ്മളെന്താ പറയുക, നമ്മൾ പരമാവധി ക്ഷമിക്കാൻ കഴിയുന്നവൻ്റെ കൂടെയാണ് ദൈവം എന്നാ പറഞ്ഞത്. ഞാനിത് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കാൽനട യാത്രക്കാരെപ്പോഴും നമ്മൾ കെയർ ചെയ്ത് പോകണമെന്ന്. കാരണം അവരും മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്കും കൂടി ഒരു ശ്രദ്ധ കൊടുക്കണം. നമുക്ക് നിങ്ങളുടെ ആവശ്യം മാത്രമാണ് വലുത് പറഞ്ഞിട്ട് നിങ്ങൾ പോകാൻ നിൽക്കരുത്. എന്തെങ്കിലും പിന്നെ വേറൊന്നുണ്ട്, സീബ്ര ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ ആ റോഡിൻ്റെ മര്യാദ പാലിക്കണം. മറ്റുള്ള സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് അവിടെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ജനങ്ങളും കൂടി ഒന്നറിയണം. നമുക്ക് തോന്നിയ പോലെ പോവല്ല സ്ഥലമല്ല റോഡ്. അത് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്കൊരു സുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീബ്ര ലൈനിലൂടെ മാത്രം നിങ്ങൾ ക്രോസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തോട് അനുവാദം ചോദിക്കണം. ഇല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് നിങ്ങൾ എങ്ങടാ പോകണമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളെ സുരക്ഷയും കൂടി മുൻനിർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഞാനിന്നിപ്പോൾ എന്താ പറയണ്ടെങ്കിൽ എനിക്ക് ഇന്നലത്തെ ഷോക്ക് തന്നെ വിട്ടിട്ടില്ല പറഞ്ഞ പോലെ. നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ